എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്നെ അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യമേ ഞാൻ പറഞ്ഞോളാം. എൻ്റെ പേര് ലാബാൻ എന്നാണ്. ഞാൻ കടൽ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം 5 വർഷത്തോളമായി. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ കടലിലെ പണികൾക്ക് പോയി അത് പണികൾ ചെയ്ത് അതിൻ്റെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്ററാണ്. പക്ഷെ എന്നിരുന്നാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എൻ്റെ കടലിലെ പണികളെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലോട്ട് കുറച്ച് സത്യങ്ങൾ ഞാൻ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ആ സത്യങ്ങൾ? ഞാൻ ആരംഭകാലം തൊട്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ വീഡിയോയിൽ വരുന്ന കമന്റുകളിൽ ഒന്നായിരുന്നു, നിങ്ങൾ കഴിക്കുന്നത് ഫ്രഷ് മീനുകളും ഞങ്ങൾക്ക് കിട്ടുന്നത് പഴകിയതും അഴുകിയതായിട്ടുള്ള മീനുകൾ. ഈ കമന്റുകൾ എനിക്ക് നിരന്തരം വരുന്ന ഒരു സമയത്താണ്. ആ സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു ചോദ്യമാണ്, ഇവർ കഴിക്കുന്ന പഴകിയ മീനുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്ന മീനുകൾ എവിടെ പോകുന്നു, എന്താകുന്നു? ഇതിൻ്റെ ചോദ്യത്തിന് ആൻസർ ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ റീസെൻ്റ്ലി എനിക്കത് മനസ്സിലായത് മുതലാണ് ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കുകളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് അതിൽ നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകളും തിരുത്തണമെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എന്താണെന്നും എന്തിനാണെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോസുകളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഏതായാലും ഞാൻ നേരെ പോയിന്റിലോട്ട് വരാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ഈ അഴുകിയ മീനുകൾ എത്തുന്നതെന്നും അതുപോലെ തന്നെ അതിന് കാരണം എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് തരാനും മറക്കരുത്. അപ്പോൾ ഏതായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ അതിൽ 3 കോടി ജനങ്ങളും മീനുകൾ കഴിക്കുന്നവരാണ്. അപ്പോൾ ഇവർ കഴിക്കുന്ന മീനുകളിൽ ഏകദേശം 40% മീനുകൾ, അതായത് 2024 ഇറങ്ങിയ കണക്ക് പ്രകാരം 40% മീനുകളും പഴകിയതും, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള മീനുകളാണ്. അപ്പൊ നമ്മൾ പിടിക്കുന്ന മീനുകൾ 60% മാത്രമാണ് ജനങ്ങളിലോട്ട് എത്തുന്നത്. കേരള സ്റ്റേറ്റിന്റെ പ്ലാനിംഗ് ബോർഡ് റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1900 മുതൽ 2200 ടൺ വരെ മീനുകൾ നമ്മളെ കേരളത്തിൽ ഒരു ദിവസം പിടിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷം മുതൽ 22 ലക്ഷം വരെ. അപ്പൊ ഇത്രയും കിലോ മീനുകൾ പിടിച്ചിട്ടും ജനങ്ങളിലോട്ട് അത് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60% മാത്രമാണ് 2024 കണക്കിൽ പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന മീനുകളിൽ പകുതി കൂടുതലും എക്സ്പോർട്ടിങ്ങിന് പോകുന്നു എന്നതാണ് അർത്ഥം. എന്നാൽ മീൻ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ മീൻ ലഭ്യത കുറയുന്നത്? എന്നാൽ അല്ല. അതിനുള്ള കാരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് വർദ്ധിച്ചത്, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് കൂടുതലായത് തന്നെ, അതുപോലെ തന്നെ മത്സ്യ ലഭ്യത സീസണൽ ആയത്. ഇതാണ് നമ്മളെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ. അതുപോലെ തന്നെ ഓവർ ഫിഷിങ്ങും ട്രോളിംഗ് ആരോപണങ്ങളും. ഓവർ ഫിഷിങ്ങും ട്രോളിംഗ് ആരോപണങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഈ മത്സ്യ ലഭ്യത കുറയാൻ കാരണം. അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇംബാലൻസ്. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം 1000 ടണ്ണ് മീൻ ആവശ്യമുണ്ടെങ്കിൽ അതിൽ 600 ടൺ മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കി 400 ടൺ പുറമേ നിന്ന് നമ്മൾ കടമെടുക്കുന്നു. അതായത് പുറമേ നിന്ന് നമ്മൾ എടുത്ത് അത് സെയിൽ ചെയ്യുന്നു. ഇതിനെയാണ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓൾഡ് ചെയിൻ ഡിപ്പെൻഡൻസ്. അപ്പൊ ഈ കോൾഡ് ചെയിൻ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു തന്നാൽ ഒരു ഭക്ഷ്യവസ്തു, അതായത് നമ്മൾ കഴിക്കുന്ന ഒരു വസ്തു ആണെന്നുണ്ടെങ്കിൽ അത് നിലനിർത്താൻ തുടർച്ചയായി തണുപ്പ് സംവിധാനത്തെ, കോൾഡ് സ്റ്റോറേജ് നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കേരളത്തിലേക്ക് ദൂര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മീനുകൾ വരുന്നത്. ആ മീനുകൾ നമ്മൾ ഐസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, തുടർച്ചയായി നമ്മൾ കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മീനിന്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ ആ ക്വാളിറ്റി കുറഞ്ഞ മീനുകളാണ് നമുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മീനുകളെന്ന് നമ്മൾ പറയുന്നത്. അതൊക്കെ ചെക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ബാക്ടീരിയ വേഗം വളരും, സ്മെല്ല് വരാം, പിന്നെ ടെക്സ്ചർ മാറും, അതായത് ശരീരഘടനയൊക്കെ മാറും, പിന്നെ സ്പോയിലർ കൂടും, ഫുഡ് പോയ്സണിങ് റിസ്ക് ഉയരും. അതായത് ഫുഡ് പോയ്സണിന്റെ റിസ്ക് നമുക്ക് കൂടുതലാണ് ഇങ്ങനെ ദൂരെ നിന്ന് വരുന്ന മീനുകൾ. അപ്പൊ ഈ മീനുകളൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളില്ലെങ്കിലും ഫ്യൂച്ചറിൽ അത് വളരെയധികം ബാധിക്കുമെന്നാണ് നമ്മളെ പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കണക്ക് പ്രകാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരാശരി ഒരു മലയാളി മാസത്തിൽ 1.8 kg മുതൽ 2.94 3 കിലോ അടുപ്പിച്ച് വരെ മീൻ കഴിക്കുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട്. അതായത് കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ 64% മുതൽ ദിവസേന മീൻ കഴിക്കുന്നവരാണ് കൂടുതലും. അപ്പൊ ഇത്രയും 2.5 കോടി മുതൽ 3 കോടി ആളുകൾ വരെ സ്ഥിരമായി മീൻ കഴിക്കുന്ന ഈ കേരളത്തിൽ ഏകദേശം ഒരു ദിവസം വേണ്ടി വരുന്നതെന്ന് പറഞ്ഞ മീനിന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2281 ടണ്ണാണ്. അതായത് 22,81,000 കിലോ. അപ്പൊ ഇതിൽ 22,000 കിലോ വരെ നമ്മൾ കേരളത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ
അത് മീനുകൾ സാധാരണക്കാരിൽ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കേരളത്തിൽ പിടിക്കുന്ന ഫ്രഷ് മീനുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പൊ നമുക്ക് നമ്മളെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തിരുത്തിയാൽ മാത്രമേ ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്ക് ആ ഒരു സംരക്ഷണം നേടാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് നമ്മളിൽ നിന്ന് പറ്റുന്ന തെറ്റുകൾ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മത്സ്യലഭ്യത സീസണൽ ആവുന്നതിന്റെ പ്രധാന റീസണിൽ ഒന്നാണ് നമ്മളെ കേരളത്തിൽ അമിതമായി ബൾക്ക് ഫിഷിംഗ് ചെയ്യുന്നത്. ഈ ബൾക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ കൺട്രോൾ ഇല്ലാത്ത ഒരു ഫിഷിംഗ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മീൻ പിടിക്കുന്നതിൽ 70% മീനുകളും മെക്കനൈസ്ഡ് ബോട്ടുകൾ പിടിക്കുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടൺ കണക്കിന് മീനുകളാണ് നമ്മൾ ഈ ട്രോളിങ് അതുപോലെ തന്നെ മെക്കനൈസ്ഡ് ആയിട്ട്, അതായത് എഞ്ചിൻ ഫിക്സ് ചെയ്തിട്ടുള്ള ബോട്ടുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ബോട്ടുകൾ കൊണ്ടുവരുന്ന മീനുകൾ ഇത്രയും ബൾക്കായിട്ട് അതിൽ ചെറുമീനുകളും മറ്റു മീനുകളും കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ ഫിഷിന്റെ ഒരു ലഭ്യത നമ്മൾ സീസണലാക്കി മാറുന്നത്. നമുക്കിപ്പോൾ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്ന മീനുകൾ അത് ഒരു കാലഘട്ടത്തിന് ശേഷം കിട്ടാതെയാകും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്ന റീസണിൻ്റെയൊക്കെ കാരണങ്ങൾ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഞാൻ വീഡിയോ കമന്റുകൾ കാണുന്നത് വല്ലപ്പോഴും കൂടിയാണ്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തുടർന്നുള്ള വീഡിയോസിൽ കാണാം. വീഡിയോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാണുമ്പോൾ കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ യുവതലമുറകൾ തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മാറ്റാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിനെ ഇറങ്ങി തിരിഞ്ഞത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എന്നിരുന്നാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇതിനുള്ള റീസണുകളും ഇതിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.